ഹലോ സുഖല്ലേ? പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയി. ഇന്ന് പുതിയതായിട്ടൊരു ഐറ്റം, പുതിയതായിട്ടൊന്നല്ല മുമ്പ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും മുരിങ്ങക്കായും പരിപ്പെല്ലാം മുറിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി മുറിച്ചിട്ട് പറച്ചോനെ റബ്ബേ, എന്ത് കത്തല് കണ്ണ് കരഞ്ഞിട്ട് എല്ലാ വിഷമവും തീർത്തയില്ല. മുറിച്ച ഉള്ളി നല്ല പാകിൽ വാട്ടിക്കൊണ്ടെല്ലാം ഉണ്ട്. കടുവെല്ലാം പൊട്ടിച്ചിട്ട് നേരെ പരിപ്പറിയിലേക്ക് ഒഴിച്ചും ചെയ്തു. ഇനിയാണ് ആ ഐറ്റം ഉണ്ടാക്കുന്നത്. സതീഷ് ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നത്. ഇയാളാണെങ്കിൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഓളും മക്കളെല്ലാം കാത്തുക്കുന്നുണ്ട്. എന്നെ പോയിനെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ ഐറ്റം എല്ലാം ഉണ്ടാക്കി തരുന്നത്. മുളക് മസാലയിലിട്ടിട്ട് തക്കാളി എന്താക്കാൻ നല്ല പേസ്റ്റ് പോലെ നല്ല കുത്തി എടുക്കുക. ചിക്കൻ അതിന് മുന്നേ മഞ്ഞപ്പൊടിയും ഉപ്പും തൈരെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് അതിർപ്പത്തിന്റെ സംഭവം എന്നല്ല ഉണ്ടാക്കുന്നത്, ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ മൂപ്പറതായ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ മസാലയിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് നല്ല പാങ്ങിൽ ഇളക്കാൻ തുടങ്ങി. അത് നല്ല പാല് ബന്ധിട്ടാകുമ്പോൾ എന്താക്കി, ഈ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ പൊടിച്ച് നല്ല പാങ്ങിൽ അതിലേക്ക് ഇട്ട് അപ്പൊ നല്ല തിക്കായിട്ട് സാധനം റെഡി ആയി. അത് ഇളക്കിക്കൊണ്ട് വെക്കുമ്പോൾ നല്ല സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട് മൂക്കിലേക്ക്. അതിലേക്ക് മല്ലിച്ചപ്പും ഇതെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങിൽ അവിടെ അടച്ചു വെച്ച് പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. ഇതിന് പൊറോട്ട തന്നെ മാച്ച്. പൊറോട്ടയും ഈ കറിയും കുറച്ച് പരിപ്പറി എടുത്തിട്ട് തിന്നുമ്പോൾ ഉണ്ടല്ലോ, അതിലേക്ക് ആ ഗ്രേവി ഉണ്ടല്ലോ, മോനെ എന്ത് ഗ്രേവി ഇപ്പോ. ആ ചൂട് പൊറോട്ടയും ഈ ഗ്രേവിയും അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് തിന്നുമ്പോണ്ടല്ലോ, മാഷാ അല്ലാഹ്. അങ്ങനെ എല്ലാവരും ഇട്ടിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. നല്ല പാങ്ങില് വെറുതെ ഒരു കമന്റ് എല്ലാം ചോദിക്കുന്നുണ്ട് അവിടെ. നല്ല പാങ്ങുണ്ട്. മൂപ്പർ നല്ല ഹൈപ്പിലുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.